നമസ്കാരം. പ്രധാന വാർത്തകൾ. ആറന്മുള ഉത്രട്ടാതി ജലമേള ജേതാക്കൾ കോയിപ്രം കോറ്റാത്തൂർ പള്ളിയോടങ്ങൾ. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ കോയിപ്രം കോറ്റാത്തൂർ പള്ളിയോടങ്ങൾക്ക് മന്നം ട്രോഫി. ഭക്തിയും ആചാരവും കായികശക്തിയും ഒത്തുചേരുന്ന ജലഘോഷയാത്രയിൽ 51 പള്ളിയോടങ്ങൾ പങ്കെടുത്തു. കാലാവസ്ഥ അനുകൂലമായതിനാൽ ജലമേള കാണാൻ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. നെഹ്റു ട്രോഫി മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിലാണ് ഇത്തവണ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടത്തിയത്. എ ബാച്ചിൽ കോയിപ്രവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടിയും മന്നം ട്രോഫിയിൽ മുത്തമിട്ടു. എ ബി ബാച്ചുകളിലായി 49 വള്ളങ്ങൾ മത്സരത്തിനിറങ്ങി. 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും പങ്കെടുത്തു. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. വൈകിട്ട് 5 വരെ 58.19% രേഖപ്പെടുത്തിയത്. തികച്ചും സമാധാനപരമായാണ് വോട്ടെടുപ്പ് അവസാനിച്ചത്. ജമ്മുവിലെ ഇന്റർവാളിലാണ് ഉയർന്ന പോളിംഗ് ശതമാനം 80.06%. പാഡർ നക്സനിയിൽ 76.80, കിഷ്ത്വാറിൽ 75.04 എന്നിങ്ങനെയാണ് മറ്റ് ഉയർന്ന ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ. കേരളത്തിൽ ആദ്യം എംപോക്സ് ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണം. കേരളത്തിൽ വിദേശത്ത് നിന്നെത്തിയ യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്കുൾപ്പെടെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലുൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും സർവെയിലൻസ് ശക്തമാക്കിയിരുന്നു. മൈനാഗപ്പള്ളി വാഹനാപകടം. ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യമില്ല. ഹർജി തള്ളി കോടതി. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2ാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശാസ്താംകോട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് നവീനാണ് ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു. ഇതോടെ പ്രതി റിമാൻഡിൽ തുടരും. കേസിലെ 1ാം പ്രതിയായ അജ്മലും റിമാൻഡിലാണ്. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് മൈനാഗപ്പള്ളിയിൽ അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രികയായ കുഞ്ഞുമോളെ കാർ ഇടിച്ചിടുകയായിരുന്നു. മല കയറുന്നവരുടെ ദേഹാസ്വാസ്ഥ്യം. ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോയ CPO മരിച്ചു. ശബരിമല മാസപൂജയോടനുബന്ധിച്ച് ഡ്യൂട്ടിക്ക് പോയ CPO ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. തിരുവനന്തപുരം വെള്ളനാട് പുതുമംഗലം AJ നിവാസിൽ അമൽ ജോസാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെ CPO ആണ് അമൽ. നീലിമല വഴി മല കയറുന്നതിനിടെയാണ് നെഞ്ചുവേദന ഉണ്ടായത്. ഓണക്കാലത്തെ സപ്ലൈകോയുടെ വിറ്റുവരവ് 123.56 കോടി. ഓണക്കാലത്ത് വമ്പൻ നേട്ടം കൊയ്ത് സപ്ലൈകോ. 123.56 കോടിയുടെ വിറ്റുവരവാണ് സപ്ലൈകോ നേടിയത്. സെപ്റ്റംബർ 1 മുതൽ ഉത്രാട ദിവസം വരെയുള്ള കണക്കാണിത്. ഇതിൽ 66.83 കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെ വിറ്റുവരവിലൂടെ നേടിയതാണ്. സബ്സിഡി ഇതര സാധനങ്ങളിലൂടെ ലഭിച്ചത് 56.73 കോടി രൂപയാണ്. 26.24 ലക്ഷം പേർ സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ആശ്രയിച്ചു. ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാ ഫെയറുകളും വൻ വിജയമായിരുന്നു. 14 ജില്ലാ ഫെയറുകളിൽ നിന്ന് 4.03 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബിൽ കൊണ്ടുവരാനാണ് തീരുമാനം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാക്കുന്നതിനാണ് ഇതോടെ തീരുമാനമാകുന്നത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾക്കിടെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. വീടിനകത്തെ സ്വിമ്മിംഗ് പൂളിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. കോതമംഗലത്ത് സ്വിമ്മിംഗ് പൂളിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. പൂവത്തം ചോട്ടിൽ ജിയാസിന്റെ മകൻ അബ്രാം സെയ്ദാണ് മരിച്ചത്. അവധിക്കാലത്ത് കോതമംഗലം ചെറുവട്ടൂരിന് സമീപത്തെ ജിയാസിന്റെ സഹോദരന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിരുന്നു. അതിനിടെ കുട്ടിയെ കാണാതാവുകയായിരുന്നു. പിന്നാലെ നടത്തിയ തെരച്ചിലിൽ വീടിനകത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ നിന്നും കുഞ്ഞിനെ കണ്ടെത്തി. അവശനിലയിലായ കുട്ടിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് കുട്ടി മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം. നടപ്പന്തൽ കേക്ക് മുറിക്കുന്നതിനുള്ള സ്ഥലമല്ലെന്നും നടപ്പന്തൽ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്നും കോടതി. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേരള ഹൈക്കോടതി.
വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ വീഡിയോഗ്രഫി അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രഫിയും അനുവദിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. വിമാനത്തിൽ എയർ ഹോസ്റ്റസിനോട് അപമര്യാദയായി പെരുമാറി മലയാളി യാത്രക്കാരൻ അറസ്റ്റിൽ. വിമാനത്തിനകത്ത് വെച്ച് എയർ ഹോസ്റ്റസിനോട് അപമര്യാദയായി പെരുമാറി യാത്രക്കാരൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ലാജി ജിയോ എബ്രഹാമാണ് അറസ്റ്റിലായത്. ദുബൈയിൽ നിന്നുള്ള യാത്രയിൽ ഫ്ലൈ ദുബൈ വിമാനത്തിലെ എയർ ഹോസ്റ്റസിനോടാണ് ലാജി മോശമായി പെരുമാറിയത്. എയർ ഹോസ്റ്റസിന്റെ പരാതിയെ തുടർന്ന് വിമാനത്തിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.